ആഹാ, അതിൻ്റെ തേന് പോലും നമ്മുടെ പഞ്ചസാര ലായനിയാണത്. അപ്പോൾ അതൊക്കെ പൊക്കി നോക്കാം. അതൊക്കെ എടുത്തോണ്ട് അടിപൊളി. നമ്മുടെ പുട്ടിങ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല സോഫ്റ്റായിട്ടുള്ള സാധനം തന്നെ. നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. കത്തണ്ട. ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പാണ് അളവ്. അതൊരു 1.5 ഇട്ട് കൊടുത്താൽ 3/4 കപ്പായി. ഇതൊന്ന് ലയിപ്പിച്ചെടുക്കണം ചൂടാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ വേണ്ടി പോണത് ബ്രെഡ് കൊണ്ടൊരു പുട്ടിങ്ങാണ്. നല്ല കാണാൻ നല്ല ഭംഗി, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ഇത് നമ്മുടെ പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചൊരു ചോപ്പ് കളറാക്കി എടുക്കണം. നമ്മുടെ പഞ്ചസാര അരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നമുക്കിതൊരു റെഡ് കളറായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ട്. ഇത് മതി, നല്ല കളറായി. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുക്കാം. ചൂട്ടോടെ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ കട്ടയാവും സാധനം. കട്ടയായ പിന്നെ പ്രശ്നമാണ്. നമുക്കിത് റൗണ്ടിൽ ഇങ്ങനെ എല്ലാം ഇവിടെ ആക്കി എടുക്കണം. ചൂടാറിയാലിത് കട്ടയാവും. അപ്പോൾ കട്ടയാണെന്നുണ്ടെങ്കിൽ ഇളക്കി ഒന്ന് സൈഡാക്കി വയ്ക്കാം. ഇനി ഇത് റെസ്റ്റിലിരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ നമുക്ക് വേണ്ട, ഇത് മാറ്റാം. അതൊരു കളറുണ്ടാവും, ആ കളർ മാത്രം മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കുറേ അധികം ബ്രെഡ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഇടണം. 2, 3, 4, 4.5, 5 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു പാത്രം വെച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒരു 2-2.5 ലിറ്റർ പാൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഇത്തിരി വലുതാണ്. കേക്കല്ല, പുഡിംഗ് ഉണ്ടാക്കുന്നത് ഇത്തിരി വലുതാണ്. നമുക്കിതിൽ 1 കപ്പ് പഞ്ചസാര ഇടാം. ഇത് 1/2 കപ്പാണ് മെഷർമെൻറ്റ്. മധുരം നോക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ടിത് ലയിപ്പിച്ച് കൊടുക്കാം. പാല് ചൂടായിട്ടുണ്ട്. നമുക്കിത് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇതൊഴിച്ചാൽ തന്നെ ഇത് ഒരു കട്ടയാകുന്നത്. പാലം നല്ല തിക്കാവും. നമ്മുടെ പാലും ഇതൊക്കെ കൂടി നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്രെഡ് പൊടിച്ചത് അല്പമായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കാം. ഒന്നായിട്ടിട്ടത് ഒക്കെ കൂടി കട്ടയാവും. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഇതിനെ നന്നായി ഇതിലേക്ക് ലയിപ്പിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, തീയെ കുറച്ച് വെച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി കുറേശ്ശും കൂടി ഇട്ട് കൊടുക്കണം. കുറേശ്ശിട്ട് ഇതിനെ
കട്ടിയാക്കി എടുക്കണം. സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കേക്കിൻ്റെ പാനിലേക്ക് ഒഴിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. നമുക്കൊരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ഫോയിൽ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പണി കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു പണി കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇത് അതിനകത്ത് വയ്ക്കാൻ. നമ്മൾ അടുപ്പ് മാറ്റിയിട്ടുണ്ട്. ഒരു ചട്ടിയും അതിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ സാധനം ഇതിനകത്തിട്ട് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ പുട്ടിന് ഇതിനകത്ത് വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് ഇതങ്ങനെ ഇരിക്കണം. ആ സ്റ്റീമിലത് വേകട്ടെ. തീ പതുക്കെ കത്താൻ പാടുള്ളൂ. തീ പതുക്കെ കത്തി ഒരു 15-20 മിനിറ്റ് നല്ല സ്റ്റീമിൽ അങ്ങനെ വേകണത്. നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതിന് മുകളിലൊക്കെ വെള്ളമായിട്ടുണ്ട്. ഈ വെള്ളം അകത്ത് വീഴാണ്ടിരിക്കാനാണ് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചത്. നമുക്കിത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മൾ പുട്ടിങ് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലും 2 മണിക്കൂർ വെളിയിലും വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല സൂപ്പറായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വിട്ട് വരും. നമുക്കിതിനൊന്ന് മറിച്ചെടുക്കണം. നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മറിച്ചെടുക്കാം. അതിൻ്റെ തേന് പോലെ നമ്മുടെ പഞ്ചസാര ലായനയാണത്. അപ്പോൾ അതൊക്കെ പൊക്കി നോക്കാം. അടിപൊളി സംഭവം, അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമല്ലേ? നമുക്കിത് നടുക്കൊരു പുതിയ ഇല ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഇതെന്തറിയോ, ഇത് നമ്മൾ ഫ്രീസ് കൂടുതലായിട്ടാണ് ആ കേക്കിൽ ക്രാക്ക് വരുന്നത്. ഇനി നമുക്കിതിനൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായ കേക്കായിരിക്കുന്നത്. നല്ല ആഴത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഈ സൈഡും ഒരു പതുക്കെ ഈ അടിയിൽ കൂടെ കത്തിയിട്ട് പതുക്കാണ് തൊണ്ട. അടിപൊളി. നമ്മുടെ പുട്ടിങ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല സോഫ്റ്റായിട്ടുള്ള സാധനം തന്നെ. ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിഗംഭീരമായ ടേസ്റ്റ്. നല്ല സ്മൂത്തായിട്ടുണ്ട് സംഭവം. ഇച്ചിരി തേനും കൂടി ഒഴിച്ചാ പൊളിയാണ്. ഇതുണ്ടാക്കിയിട്ട് നമ്മൾ ആ സ്റ്റീം ചെയ്തിട്ടുണ്ടല്ലോ, 2 മണിക്കൂർ പുറത്തെടുത്ത് വെക്കണം. ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ ഈ വിള്ളലൊന്നും ഉണ്ടായില്ല. 2 മണിക്കൂർ വെച്ചാൽ നല്ല ടൈറ്റും ആവും ഈ കേക്കല്ല, സോറി, പുട്ടിങ്. ഈ കേക്ക്, ഇത് കേക്കിൻ്റെ ഒരു രൂപത്തിലുള്ള കേക്ക് വരാം. ശരിക്കും ആ പാലും ബ്രെഡും ആ കസ്റ്റാർഡ് പൗഡറിനെയും അതിൻ്റെ കൂടെ ഭയങ്കരമായ ഒരു വ്യത്യാസമായ ടേസ്റ്റ് ശരിക്കും. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. ചെറിയ മഴപ്പാറ്റുണ്ട്, ഇടിയും പൊട്ടുന്ന മഴ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരട്ടെ, മഴ പെയ്യട്ടെ. നല്ല അലുവ മുറിക്കുന്ന ഒരു ഫീലിങ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പീസാക്കാം. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പോലെ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.